ഓക്കെ ക്ലച്ച് പിടിക്കും. ഫസ്റ്റ് എങ്ങനെയാണ് കൈ എങ്ങനെയാണ് പിടിക്കേണ്ടത്? ആ ഓക്കെ. ബ്രേക്ക് ചവിട്ടി പിടിച്ചാൽ പിടിച്ചാ ഹാൻഡ് ബ്രേക്ക് താത്ത് താത്ത് ബ്രേക്ക് ഞാൻ പറയാതെ കാര്യം മാറ്റല്ല. ഇനി ആ ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് സ്വല്പം ക്ലച്ച് വിട്ടുന്നു. ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്ത് തുടങ്ങുമ്പോൾ ബ്രേക്കിന് പയ്യക്കാല് അയച്ചു കൊടുത്ത് ബ്രേക്കിന് അയച്ചു കൊടുത്തു ചവിട്ട് ബ്രേക്ക് ആ ക്ലച്ച് ആയിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി ലൂസ് ചെയ്ത ക്ലച്ച് ഒത്തിരി എടുത്തോണ്ട് പോകരുത്. അതിന് പയ്യെ ബ്രേക്കിന് പാല് ഊക്കി നോക്കും. അനങ്ങുന്നുണ്ടോ നോക്കാം. അനങ്ങുന്നില്ല. അങ്ങനെ ആണെങ്കിട്ടെ മിറർ നോക്കി തൊട്ട് പുറയിൽ വണ്ടി ഉണ്ടോ? ഉണ്ട്. ഇപ്പോൾ എടുക്കരുത്. നിങ്ങൾക്ക് ക്ലച്ച് വിടുമ്പോൾ വണ്ടി അങ്ങോട്ട് പോകുന്ന ആലോചിച്ച് നോക്കി. വണ്ടി അങ്ങോട്ടേ പോകത്തുള്ളൂ അല്ലേ? ഒരു ചെറിയ ബെൻഡ് കൊടുക്കും സ്റ്റിയറിങ്ങിന് റൈറ്റിലോട്ട്. സ്റ്റിയറിംഗ് ചെറിയ ബെൻഡ് കൊടുത്തു തിരിച്ചു മതി. ഇനി പയ്യെ ക്ലച്ച് വിട്ടുകൊടുത്ത് ഓരോ പോയിന്റ് വിട്ടുകൊടുത്തു. എനിക്കിരിക്കണ്ട ആവശ്യത്തിനുള്ള ബെൻഡായി. ക്ലച്ച് മാത്രം യൂസ് ചെയ്തു. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ ഇങ്ങോട്ട് കൊണ്ടു വണ്ടി. ഈ കോർണർ നോക്കി ഓടിക്കാറുള്ളൂ കേട്ടോ. പോട്ടെ. ഇനി ആക്സിഡന്റ് കാര്യം വെച്ച് തള്ളകല്ല് വെക്ക് കൊടുത്ത് കൊടുക്ക് സ്പീഡോമീറ്റർ എത്രയും സ്പീഡോമീറ്റർ നമുക്ക് 20 ആയില്ലേ? ആയാ ക്ലച്ച് ആക്സിഡന്റ് കാല് മാറ്റി ലെഫ്റ്റ് സൈഡ് ചെയ്യുക. കാല് മാറ്റി പോട്ടെ. അങ്ങോട്ട് പോകും. ക്ലച്ച് വിട്ടുകൊടുക്കും. ഒന്നും ചെയ്യണ്ട. ഇപ്പോൾ ഗിയറൊന്നും മാറ്റണ്ട. ആയിട്ടില്ല. ഇതാ ഓട്ടോയിലോട്ട് ശ്രദ്ധിച്ച് ആണോ? അത്രയും കൊണ്ടുപോകണം. ആ ബൈക്ക് അപ്പുറത്തൊന്നും എത്തണം കേട്ടോ. ആക്സിഡന്റ് കാര്യം ബ്രേക്കിൽ വെച്ച് പൈക്ക് സൈഡാക്കി കൊണ്ടുവന്ന വേണ്ടി ബ്രേക്കിൽ വെച്ചിട്ടുണ്ടാവില്ലേ? സൈഡാക്കി കൊണ്ടു മതി. ക്ലച്ച് കിട്ടും. നിവർത്തി കൊടുത്തു സ്റ്റിയറിംഗ് ക്ലച്ച് ഓക്കെ. പിന്നെ ഫസ്റ്റിൽ കുറച്ചും കൂടെ സൈഡ് ആക്കായിരുന്നു കാണാം. ഫസ്റ്റിൽ പിന്നെ മിറർ നോക്ക്. ഓക്കെ. ക്ലച്ച് ഇപ്പോൾ നീങ്ങാനുള്ള മാത്രം ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കും. വണ്ടിയുണ്ട് യൂസ് ചെയ്ത് കൊടുക്കും. ക്ലച്ച് ഗിയർ കിടന്നുണ്ടോ? ക്ലച്ച് സ്റ്റാർട്ട് സ്വല്പം ക്ലച്ച് ഒന്ന് അനക്കാനുള്ള ക്ലച്ച് വിട്ടുള്ളൂ. ബാക്കി കാലേ തന്നെ വെക്കുക. എടുത്തുകൊണ്ട് പോകരുത്. എടുക്കരുത്. വണ്ടിയുണ്ട്. 2 വീലർ റൂട്ട് ബ്രേക്കിൻ്റെ കാല് മാറ്റി പയ്യെ ഒത്തിരി തിരിക്കരുത്. നേരെ പിടി. ഓക്കെ. നേരെ നോക്കിയാൽ തടസ്സം വല്ലതും ഉണ്ടോ? പോസ്റ്റ് നോക്കണ്ട. അത് ആ സൈഡിലല്ലേ. നേരെ നോക്കും. കുഴപ്പമൊന്നുമില്ല. സ്പീഡ് കൊടുത്ത് ക്ലച്ച് ധൃതി പിടിക്കാതെ സാവധാനം സെക്കൻഡ് കാല് ഫുള്ളായിട്ട് മാറ്റി ക്ലച്ചിന് ആദ്യം. ഇനി ആക്സിഡന്റ് നിർത്തി നോക്കി. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടണം. മേലോട്ട് നിർത്താനാണ്. ബ്രേക്കിൽ പയ്യെ ഒറ്റ ചവിട്ടി വിട്ടല്ല സൈഡാക്കി കൊണ്ടുപോകണം. ഫുള്ള് നേരെ പിടിക്കും സ്റ്റിയറിംഗ്. ബസ്സിലേക്ക് ഇവിടെ നോക്കി. മൂലം നോക്കും. ഈ മൂലം നോക്കാണ്ട് ഇങ്ങോട്ടല്ല നേരെ നോക്കണം. പോട്ടെ. പയ്യെ ഓടരുത്. നീങ്ങിയാൽ മതി വണ്ടി. ഇപ്പം അങ്ങോട്ടല്ലേ പോകും. നേരെ പിടിക്കും. തിരിക്കും. ആക്സിഡന്റ് ചെറുതായിട്ട് കൊടുക്കും. ആക്സിഡന്റ് കാര്യം മാറ്റിക്കണം. പയ്യെ സൈഡാക്കി
കാല് വെച്ച് ചവിട്ടണ്ട. ഫ്രണ്ട് വരണ്ടേ അങ്ങോട്ട്. തിരിക്കും. മിറർ കാണാണ്. ഞാൻ മിറർ ഒന്ന് നോക്കിയാ വെറുതെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇവിടെ തന്നെ നോക്കി പയ്യെ പൈസ ഫോട്ടോ കുറച്ചും കൂടെ പോകത്തില്ലേ? കുറച്ചും കൂടെ ഗേറ്റ് കാണാനാണ്. മറിച്ചോ ബ്രേക്ക് വിട്ടു. ഫസ്റ്റ് ഇയറിലേക്ക് സെൻറ്ററിൽ കൊണ്ടുപോകാം. ക്ലച്ച് ഫസ്റ്റ് ഓക്കെ. ഫുള്ള് റൈറ്റ് തിരിച്ച് വെച്ചാണ്. ഓക്കെ അല്ലേ? രണ്ട് സൈഡിലും വണ്ടിയില്ലല്ലോ. ഇല്ല. ആ ബ്രേക്ക് ക്ലച്ചിൽ നിന്ന് പയ്യെ ഒന്ന് കാല് മാറ്റിയിട്ട് രണ്ടാമത് ബ്രേക്ക് മാറ്റി ആ പോയിന്റിൽ കൊണ്ടുവന്ന് മതി. കാല് മാറ്റി ബ്രേക്ക് പയ്യെ എടുത്തോണ്ട് ഓടരുത്. കാല് വിട്ടോ. ക്ലച്ച് പോലും യൂസ് ചെയ്തു. ഇതിവിടെ നോക്കണം. കാണാമല്ലോ വണ്ടി. ബ്രേക്ക് പയ്യെ ചെയ്യും. നമുക്ക് പോസ്റ്റ് നേരെ ക്ലച്ച് കിട്ടും. ബ്രേക്ക് മാറ്റിക്കോ പയ്യോ. ഫസ്റ്റ് ഇയറിലാണ് വണ്ടി ഇറങ്ങി പോണോണ്ടോ ബ്രേക്ക് ചെയ്ത് ക്ലച്ച് സ്വല്പം വിടും. ഇനി ബ്രേക്ക് നേരെ മാറ്റിക്കോ. ഓക്കെ. ഇങ്ങോട്ടുണ്ടോ വണ്ടി? ഇങ്ങോട്ട് തിരിക്കും. ഓക്കെ ആയോ? സ്പീഡ് കൂടും. ആക്സിഡന്റ് കൊടുക്കാനുള്ള ഇടണം. വളവ് ഇറക്കവാ വേണ്ട. കാലൊന്ന് വെറുതെ ബ്രേക്കിൽ കൊണ്ടുവന്ന് വെച്ചു. ചവിട്ടണ്ട കേട്ടോ. കൽപോട്ട് ആക്സിഡന്റ് വളമെല്ലാം കഴിയട്ടാ. പറഞ്ഞുകൊണ്ടിരുന്ന് ചേട്ടൻ വേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. വണ്ടി അങ്ങോട്ട് ചവിട്ടി വിട്ടിട്ട് പുറകെ പോയി ഇടത്തും വലത്തും തിരിച്ചോണ്ടിരുന്നു. സഹായിക്കേണ്ട സമയം വരുമ്പോ ആശാൻ എടുത്ത് തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കാറിന്. ശരിയല്ലേ? അപ്പോൾ എപ്പോഴും ഒരാളിപ്പുറത്ത് ഇരിക്കേണ്ടി വരും സ്റ്റിയറിംഗിൽ പിടിക്കാൻ. ഇപ്പൊ നോക്കിക്കേ, നേരെ കിട്ടുമ്പോൾ മാത്രം കാറിനെ ഓടാൻ സമ്മതിക്കാവുള്ളൂ. വളവോ തിരിവോ ആണെന്ന് കണ്ടാ നമ്മുടെ സൈഡ് നോക്കി കൂടുതൽ സമയമെടുത്ത് പതുക്കെ സാവധാനം കാറിനെ ഉരുളാനേ സമ്മതിക്കാവുള്ളൂ. വേറെ എങ്ങും നോക്കരുത്. നമ്മുടെ മുൻവശത്താണ് ഇടി കിട്ടാൻ പോണത്. കണ്ട, മുൻവശത്ത് വഴി വരുമ്പോൾ മാത്രം കാറ് നിവരണം. വഴി കുറയുന്നു തോന്നുമ്പോൾ കാറ് മാറണം. കൂടുതൽ സമയം എടുക്കണം. ഗിയർ മാറുന്നതിലല്ല കാര്യം, സ്പീഡിൽ ഓടിക്കുന്നതിലും അല്ല കാര്യം, ഇതിലാണ് കാര്യം. കണ്ടാ, വളവ് എങ്ങോട്ടാണെന്ന് നോക്കി കൂടുതൽ സമയമെടുത്ത് പതുക്കെ നമുക്ക് പോകേണ്ട വഴിക്കാക്കണം. കണ്ടാ, എന്നിട്ട് അതുപോലെ നേരെയാക്കി എടുക്കണം. ഇപ്പോഴും സ്പീഡ് വേണ്ട. കണ്ട, ഉടനെ സ്പീഡിൽ ചവിട്ടി കണ്ട. ഇതേ വണ്ടി നീങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, വല്ല കുഴപ്പമുണ്ടോ വണ്ടിക്ക്? ഇപ്പോഴും കേറിക്കൊണ്ടിരിക്കുകയല്ലേ. കണ്ട, വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇപ്പോഴും വണ്ടി കേറിക്കൊണ്ടിരിക്കുക. കണ്ട, ബ്രേക്ക് ഫ്രീ ആക്കി കൊടുത്തു നോക്കിയേ. ഇനി അടുത്ത വളവ് നോക്ക്. ബ്രേക്കിന്റെ മേളിൽ വെറുതെ കാല് വെച്ചോണം, ക്ലച്ചിന്റെ മേളിലും കാല് വെച്ചോണം. കാരണം രണ്ടും ആവശ്യം വരും. എല്ലാ വളവിലും ബ്രേക്കിൽ കാല് വെച്ചോണം. ഇപ്പൊ കണ്ട, പുള്ളി സഹായിക്കാൻ വരാത്ത കണ്ട. കാരണം എന്താ? ചേട്ടൻ തിരിക്കുന്നുണ്ട്, നിവർത്തുന്നുണ്ട്.
സ്വന്തം കാര്യം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സ്പീഡ് കൂടിയ എന്റെ കയ്യും വരേണ്ടി വരും. നോക്കി കണ്ടാ ആള് മാറിയണ്ട, ശ്രദ്ധ പോയത് കണ്ട. ആ ബൈക്ക് വന്നപ്പോ അതിന്റെ പുറകെ പോയി. ശരിയല്ലേ? ശരിയല്ലേ? നോട്ടം അവന്റെ പുറകെ പോയില്ലേ? ആ, വണ്ടി അവന്റെ പുറകെ പോവും. നമ്മുടെ ശ്രദ്ധ മാറരുത്. പലരും നമ്മളെ കടന്നു പോവും, പലരും നമുക്ക് എതിരെ വരും. നമ്മുടെ സൈഡിൽ തട്ടുകയും മുട്ടുകയും ചെയ്യാതെ നമ്മുടെ വണ്ടിയെ കൊണ്ടുപോകാൻ നോക്കണം. അല്ലല്ല, ഞാനിവിടെ അങ്ങനെ ഇങ്ങനെ വെച്ച് ശീലിച്ച് വരണം. അതാണ് പ്രശ്നം. അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. മറ്റേതല്ലല്ലേ, കാലെടുത്തിട്ട് കാല് വെക്കുക. കാലെടുക്കരുത് അങ്ങനെ. വളവിനനുസരിച്ച് എന്ത് മനോഹരമായ സ്ഥലം നോക്കണേ അല്ലേ? ചേട്ടൻ സ്ഥലം കാണരുത്, ഞങ്ങള് കണ്ടോളാം. നോക്കി നേരെയുള്ള റോഡല്ലേ, ഇനി ഇച്ചിരി വേഗത കൊടുത്തു. പോസ്റ്റും ആ ഓട്ടോയൊക്കെ ഇവിടുന്നേ ശ്രദ്ധിച്ചോണം. ആക്സിഡന്റിന്റെ ആവശ്യം നമുക്കില്ല. എങ്ങോട്ടാണ്? റൈറ്റ്. അതൊക്കെ നിർത്തി കൊടുക്കും. ക്ലച്ച് കിട്ടും. തടസ്സം ഉണ്ടാകും നമുക്ക്? തടസ്സമില്ല. എന്നാ വിട്ടു. ഇപ്പൊ കടന്ന പോലെയാണ് ഒരു ജംഗ്ഷൻ കടക്കേണ്ടത്. അല്ല. അല്ല, പിന്നെന്തോ ചെയ്തേ? പിന്നെന്തോ ചെയ്തേ? ഇപ്പൊ നമ്മൾ കടന്ന പോലെയാണോ ഒരു ജംഗ്ഷൻ കിടക്കേണ്ടത്? പിന്നെ എങ്ങനെയാണ്? നോക്കിയിട്ട് കിടക്കണമായിരുന്നു. അത് ഫസ്റ്റ് എടുക്കുന്നതിന്റെ അല്ല, നിർത്തി നോക്കി കിടക്കണമായിരുന്നു. 2 വീലർ കിടക്കുന്ന പോലെ. ഇപ്പൊ ചേട്ടൻ 2 വീലർ എക്സ്പീരിയൻസ് ഉള്ള ആളാ. 2 വീലറിൽ ഓടി വന്ന് കിടക്കുന്ന പോലെ കാറും കൊണ്ട് കിടക്കാൻ നോക്കി. അങ്ങനെ പറ്റുവാ? മറ്റുള്ളവർ തടി കേടാവും, നമ്മുടെ തടി കേടാവും. ശരിയല്ലേ? ഇതൊരു വലിയ സാധനമാണ് കാറ്. പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല നമുക്ക്, അല്ലേ? അതെപ്പോഴും പ്രതീക്ഷിച്ചോണം. അതുകൊണ്ടാണ് കാഴ്ച കുറയുന്നു എന്ന് തോന്നുമ്പോൾ, പോകേണ്ട വഴി കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പം കാറിന്റെ ഓട്ടം കൺട്രോൾ ചെയ്തോണം. എനിക്ക് ആ തണലത്തൊന്ന് നിർത്തി തരാവോ? അതവിടെ ഒരു ഗ്രാവല് കണ്ട, അവിടെ ഒന്ന് നിർത്തി തരാവാ? അപ്പൊ എന്ത് ചെയ്യണം? നേരത്തെ ചേട്ടൻ പ്ലാൻ ചെയ്യണം എവിടെയാ നിൽക്കേണ്ടതെന്ന്. കാറിന്റെ വേഗത കൺട്രോൾ ചെയ്യണം. ആ ഗ്രാവൽ ഉള്ളിടത്ത് എനിക്ക് വണ്ടി നിക്കണം. ഗിയറല്ല കണ്ട, ഇപ്പോഴും ഗിയറിനാ വന്നേ. എവിടെ ഗ്രാവല്? ഗ്രാവൽ എവിടെ? കാർ എവിടെ? പറ. ഗ്രാവൽ അടുത്ത പഞ്ചായത്തില്, നമ്മുടെ കാർ അടുത്ത പഞ്ചായത്തില്. എന്നിട്ട് എവിടെ ഗ്രാവൽ? എവിടെ? ആ ഡോറും തുറന്നു കിടന്ന് കാണിച്ചു. എവിടെയായിരുന്നു? മുന്നോട്ട് പോയി. ഇച്ചിരിയാ കുറച്ചധികം മുന്നിൽ വന്നു. നമ്മുടെ കാറിന്റെ ബാക്ക് എത്തി ആ സ്ഥലത്ത്. കളിയാക്കിയതല്ല ഇത്. നേരത്തെ ഗിയറിന് വന്നത് കൊണ്ട് ലക്ഷ്യം മാറിപ്പോയി. വേറെ ജോലി ചെയ്യാൻ പോയി ശരീരം. കാർ ഉരുണ്ടുകൊണ്ട് വരുന്നു. ഇങ്ങനെയാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. ഒരു ജംഗ്ഷനൊക്കെ വരുമ്പം ചേട്ടൻ എന്ത് ചെയ്യും? 2 വീലർ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള ആളാ. 2 സൈഡിൽ വണ്ടി ഉണ്ടോ എന്ന് നോക്കാൻ പോകും. മനസ്സിലായ? ഈ കാറിൽ ചേട്ടൻ പരിചയമില്ലാത്ത ആളാ. അപ്പൊ എന്തു പറ്റും? കാർ ഓടിക്കൊണ്ടിരിക്കുക മുന്നോട്ട്. തിരിക്കുന്ന കാര്യം ചേട്ടൻ മറന്നു പോകും. കാരണം 2 സൈഡ് നോക്കിക്കൊണ്ടിരിക്കുക. 2 വീലർ ആണെങ്കിൽ പെട്ടെന്ന് തിരിച്ച് നമുക്ക് മാറ്റാം. ഇത് മാറുവാ? ഇതൊരു 4-5 അടി മുന്നോട്ട് പോയിട്ടേ മാറത്തുള്ളൂ തിരിക്കാൻ ശ്രമിച്ച. ഇപ്പൊ കണ്ട, നിർത്താൻ ശ്രമിച്ചപ്പോഴും 4-5 അടി കഴിഞ്ഞിട്ടാ വണ്ടി നിന്നത്. നേരത്തെ തയ്യാറായിരുന്നെങ്കിലാ ഈ 4-5 അടി പുറകെ നമുക്ക് നിർത്താമായിരുന്നു കാറ്. കേക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ പിറ്റ് നോക്കി എടുക്കണം. ഇടത് വശത്ത് എന്താണെന്ന് ആദ്യം നോക്ക്. എപ്പോ റിവേഴ്സ് എടുക്കേണ്ടി വന്നാലും ഇടതുവശത്ത് ഗേറ്റും ഉണ്ട്, വിശാലമായ സ്ഥലവും ഉണ്ട്. വലതുവശത്ത് എന്തുണ്ടെന്ന് നോക്ക്. വലതുവശത്ത് സ്ഥലം കുറവാണ്. അപ്പം വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വന്നാ ആദ്യം നോക്കേണ്ട ഇതാണ്. 2 മിററിൽ നോക്കിയിട്ട് എവിടെയാണ് വീതി ഉള്ളത്, എവിടെയാണ് വീതി ഇല്ലാത്തത് നോക്കണം. അതായത് സ്ഥലമുള്ളത്, സ്ഥലം ഇല്ലാത്തത് നോക്കണം. സ്ഥലം ഇല്ലാത്ത ഇപ്പൊ വലതുവശത്താണ്, ഇടതുവശത്ത് സ്ഥലമുണ്ട്. അപ്പൊ വലതുവശത്തെ മിറർ നോക്കിക്കൊണ്ട് സ്ഥലം അവിടെ ഉണ്ടാക്കിയെടുക്കണം. നമ്മള് എങ്ങോട്ട് മാറണം? അപ്പൊ ഇടത്തോട്ട് തിരിക്കും. ഫുള്ള് തിരിക്കും. തിരിച്ചാ? ഇനി ഒന്ന് പതുക്കെ റിവേഴ്സിലേക്ക് ഒന്ന് വണ്ടി ഒന്ന് പതുക്കെ ഒന്ന് ഉരുട്ടി നോക്കിക്കേ.
അവിടെ സ്ഥലം വരുന്നത് ചേട്ടന് കാണാൻ പറ്റും. ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്താൽ മതി. കണ്ടാ ആ മതിലേന്ന് ചെറുതായിട്ട് മാറി മാറി വരുന്നത് ചേട്ടന് മനസ്സിലാവും. വാ വരട്ടെ വരട്ടെ. സ്റ്റെപ്പായിട്ട് ഇറങ്ങിയാൽ മതി. വരട്ടെ. തുടങ്ങിയ ഗേറ്റിലേക്കുള്ളൊരു വഴി ചേട്ടൻ അവിടെ വരാൻ തുടങ്ങി. പതുക്കെ പതുക്കെ വാ. കണ്ടാ ഗേറ്റ് എന്നും കൂടെ വണ്ടി ഒന്നും മാറുന്നതായിട്ട് മനസ്സിലാവും. ഒരു പൊടിക്കും കൂടെ നിക്കട്ടെ. കിട്ടിയില്ലേ? ക്ലച്ച് ചവിട്ടി പിടി, ബ്രേക്കും ചവിട്ടി പിടി. രണ്ട് സൈഡിൽ നിന്ന് എങ്ങനെയാന്ന് നോക്കിയേ. കണ്ട ഇതാണ് അവിടെ ഗ്യാപ്പ് ഇല്ല, കുറവാണ്. കുറവാണോ? ആ ഇപ്പൊ ഗ്യാപ്പ് ഉണ്ട്. കാർ എങ്ങോട്ടാ നമുക്ക് ഇറക്കേണ്ടത്? നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോകണം. കാറിന്റെ ബാക്ക് എങ്ങോട്ട്? നേരെ നമുക്ക് രണ്ട് സൈഡ് ഈക്വൽ ഗ്യാപ്പാണ് അല്ലേ? അല്ല ടയർ നേരെയാക്കിട്ടില്ല. ടയർ നേരെയാക്കിട്ടില്ല. അവന്റെ ഭാഗത്തും തെറ്റുണ്ട്. പോട്ടെ, ക്ഷമിച്ചാളാ. ചെറുക്കാനല്ലേ? ഇനി എവിടെ നോക്കണം പറ? ഇനി എന്ത് വേണം? വലതുവശം. വലതുവശത്തെ മിറർ നോക്ക്. എന്നിട്ട് അവിടെ നമ്മുടെ ഗേറ്റ് കണ്ട, നമ്മുടെ കാറിന്റെ ഈ ബാക്ക് വശം ഉണ്ടല്ലോ, ആ ഗേറ്റിന്റെ അവിടെ കടക്കുന്നു എന്ന് തോന്നുമ്പോ മാത്രമേ ഇനി വേറൊരു ദിശയിലേക്ക് തിരിക്കാവുള്ളൂ. വണ്ടി എങ്ങോട്ടാ കൊണ്ടുപോകണ്ട? വലത്തോട്ട് തന്നെ അല്ലേ? ബാക്ക് ചെന്നിട്ട് കാറിന്റെ ബാക്ക് വലത്തോട്ട് മാറണം. ശരിയല്ലേ? അപ്പൊ വലതുവശത്ത് ഇടിക്കാനായിട്ട് അവിടെ മതിലാണ്. പതുക്കെ ഒന്ന് ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുത്തേ ഒരു പൊടിക്ക്. ലൂസ് ചെയ്ത് കൊടുക്കും. പോട്ടെ, ധൈര്യമായിട്ട് പോട്ടെ. ഭാരത് മാതാക്കി ജയ്. ധൈര്യമായിട്ട് പോട്ടെ. ആ അതെ. പോട്ടെ. ഇപ്പൊ നോക്കിക്കേ, നമ്മുടെ കാറിന്റെ ബാക്ക് റോഡിലേക്ക് ടച്ച് ചെയ്യാൻ തുടങ്ങി. ശരിയല്ലേ? ഇനിയും വരട്ടെ. ടച്ച് ചെയ്തെന്ന് ചേട്ടൻ തോന്നട്ടെ. അതായത് മണ്ണി മുട്ടുമ്പോൾ ചേട്ടൻ മനസ്സിലാവും വണ്ടി ഇങ്ങനെ താഴെ ലാൻഡ് ചെയ്തെന്ന്. ബാ പോരട്ടെ 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 പോരട്ടെ. വന്നാ ഇപ്പൊ തൊട്ട് നമുക്ക് കാർ എങ്ങോട്ട് മാറ്റണം? ഇവിടെ ഇവിടെ എന്താ വ്യത്യാസം വന്നേന്ന് നോക്കി. ഇവിടെ പകരം എന്തുവാ വന്നത്? കൂടുതൽ. ഓക്കെ, ഇടതുവശത്തെ മിറർ വെറുതെ ഒന്ന് നോക്കിയേ. അവിടെ എന്താ പ്രശ്നം ഒന്ന് നോക്കിയേ. ഇവിടെ എന്തോ ഉള്ളതെന്ന് നോക്കിയേ. മതില്. അപ്പൊ ഈ കാർ എങ്ങോട്ട് മാറണം? അപ്പൊ അങ്ങോട്ട് തിരിക്കും. മതി, ഒരു സ്റ്റെപ്പ് നീങ്ങി നോക്ക്. കാർ അങ്ങോട്ട് തന്നെയാണോ വരുന്നതെന്ന്. ബാക്കിയും കൂടെ തിരിച്ചു കൊടുക്ക്. കാർ ഇറങ്ങുന്നതനുസരിച്ച് ഫുള്ള് തിരിക്കും. കൂടുതൽ തിരിച്ചില്ല. ആ ഇനി ഇവിടെ ഇടതുവശത്തെ മിററാണ് നോക്കേണ്ടത്. വലതുവശത്ത് നമുക്ക് ധാരാളം സ്ഥലമുണ്ട്. വരട്ടെ. ബ്രേക്ക് മാത്രമേ അഴിച്ചു കൊടുക്കാവുള്ളൂ, ക്ലച്ച് വിടരുത്. ബ്രേക്ക് മാത്രം വിട്ടു കൊടുക്കാവുള്ളൂ. ഹാഫ് ക്ലച്ചിലാക്കി വെച്ചിട്ട് ബ്രേക്ക് മാത്രം അഴിച്ചു കൊടുക്ക്. അവിടെ നിൽക്കട്ടെ. ക്ലച്ചും ചവിട്ട്, ബ്രേക്കും ചവിട്ട്. ന്യൂട്രലാക്ക്. ടയർ എന്നിട്ട് നേരെയാക്ക്. മതി, അവിടെ നിൽക്കട്ടെ. ഇപ്പൊ മനസ്സിലായ? എവിടെയെങ്കിലും തിരക്കോ
അതുപോലെ നമുക്ക് സൂക്ഷിച്ച് പോകണമെന്നാ തോന്നി. ആ ക്ലച്ചിനെ ആദ്യം പോകുന്ന രീതി, ഓടുന്ന രീതിയിലാക്കി വെക്കണം. അപ്പൊ ഈ കേറ്റമൊക്കെ കേറി ക്ലച്ച് ഇപ്പൊ കേറിയില്ലേ? ക്ലച്ച് വിട്ടാ മതി. അണ്ണം ബ്രേക്ക് കൺട്രോൾ ചെയ്ത് പോയാൽ മതി. ആക്സിലേറ്ററും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെ ഒന്നും കൂടെ കയറ്റി വിചാരിച്ചു വെച്ചിരുന്നത് എന്തോന്ന് മനസ്സിലായി? ഇല്ല, കറങ്ങി വന്നത്. വിചാരിച്ചു വെച്ചിരുന്നത് എന്തോന്ന് മനസ്സിലായ? എന്തുവായിരുന്നു വിചാരിച്ചു വെച്ചിരുന്നു? ഞാൻ വിചാരിച്ച ക്ലച്ച് ഇട്ടട്ടെ, ക്ലച്ച് തന്നെ പതിയെ വിട്ടിട്ട് ആക്സിലേറ്റർ പതിയെ കാല് കൊടുക്കണം. അപ്പൊ നമ്മൾ ആ തൂണൊക്കെ പൊളിച്ച്, ആ സ്റ്റെയർ കേസും ഒക്കെ പൊളിച്ച് വണ്ടി നമ്മൾ പെയിന്റ് ചെയ്യേണ്ടി വന്നേനെ. കാരണം ടൈലാണ്. മഴയത്ത് വല്ലാണ് വരുന്നെങ്കില് നമ്മളെ കൊണ്ടൊരു പോക്കങ്ങ് പോവും. മനസ്സിലായ? ഇപ്പൊ പൊടി കിട്ടി പയ്യെ ചവിട്ടി ഇറക്കിയാൽ മതി. നീ തിരിച്ച് ഇങ്ങോട്ടായി പോകും വണ്ടി. കണ്ട, ഇങ്ങോട്ട് തിരിക്കണ്ട, നേരെ പിടിക്കും. സ്റ്റിയറിംഗ് നേരെ പിടിക്കട്ടാ, നേരെ പിടിക്കും. പയ്യെ ക്ലച്ച് പുള്ളി വിട്ടു. ബ്രേക്ക് ക്ലച്ച് അകത്തേക്ക് വിട്ടു, പയ്യെ വിട്ടു വിടും. കണ്ട, പിന്നെ ഓഫായി. ചേട്ടാ ബ്രേക്ക് ക്ലച്ച് അത്രയും വിടണ്ട, ഹാഫ് ക്ലച്ച് നിർത്തിയെടുക്കും. അങ്ങനെ തന്നെ പോട്ടെ. ഇനി ക്ലച്ച് അകത്തേക്ക് വിട്ടി കൊടുക്കും. തിരി ക്ലച്ച് വിട്ടിക്കൊണ്ട് തിരി. ബ്രേക്ക് കാല് വെച്ചാൽ മതി. ബ്രേക്ക് ചെയ്തേ കാല് അയച്ചു വിടും പയ്യ. കാല് അയച്ചു വിടും ബ്രേക്കിന്ന് പയ്യ. നീ ഇങ്ങോട്ട് വേണ്ട. നേരെ കാലങ്ങനെ വെറുതെ വെച്ചോ. ഇതിന് ആവശ്യം ഉണ്ടെങ്കിലേ ചവിട്ടാം കേട്ടോ. ഇപ്പൊ ചവിട്ടേണ്ട ഒരു സാഹചര്യം ഇല്ല അല്ലേ? ഇല്ല, കുഴപ്പമില്ല. ഈ പാലം എങ്ങോട്ടാ ചേട്ടാ? നേരെ നമുക്ക് ബിവറേജ് പോവാം. പിന്നെ അത്ര ചരിക്കുന്ന എന്തിനാ? സ്ഥലം ഉണ്ടല്ലോ അങ്ങോട്ട്. തിരിച്ചോട്ടി പിടിക്കരുത് ബ്രേക്ക്. അങ്ങോട്ടല്ലേ നോക്ക്, ആക്സിഡന്റ് കൊടുക്കല്ലേ. ഹലോ, അല്ലേ പറ. പാസ്സായ ചേട്ടനാ കിട്ടി. വാപ്പട്ടനായിട്ട്